ദൈവത്തിന് ഞാൻ വീണ്ടും സ്തോത്രം ചെയ്യുന്നു. നമ്മളുടെ സ്റ്റഡീസിന്റെ ഐ തിങ്ക് ഇറ്റ് ഇസ് 8th ഡേ റൈറ്റ്. അപ്പോൾ നമ്മളുടെ മീറ്റിങ്ങുകളുടെ അല്ലെങ്കിൽ ബൈബിൾ ക്ലാസിന്റെ പകുതിയോട് അടുക്കുകയാണ്. ഈ ദിവസം കൂടെ കഴിയുമ്പോൾ നമ്മുടെ ബൈബിൾ ക്ലാസിന്റെ പകുതിയാവുകയാണ്. 16 days ആണ് നമ്മൾ ടോട്ടൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജനങ്ങളുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ ആ ഒരു സിസ്റ്റത്തിന്റെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം ആദാമിനോട് ഹവ്വായോടും നോഹ വരെയുള്ള കാലയളവിൽ വരെ എപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് പാപം ചെയ്യുന്നവരോട് പോലും സംസാരിച്ചുകൊണ്ടിരുന്നു. അല്ലെങ്കിൽ അവരുടെ കൂടെ ദൈവത്തിന്റെ ആത്മാവ് അവരോട് എല്ലാം സമ്മതിച്ചു എന്ന അർത്ഥത്തിലല്ല സംസാരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ നോഹയ്ക്ക് ശേഷം നോഹ എന്ന് പറയുന്ന ഏക വ്യക്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവനായി തീർന്നു. അബ്രഹാം, പാട്രിയാർക്സ്, യോസഫിന്റെ കാലം വരുമ്പോഴത്തേക്ക് മറ്റൊരാൾക്ക് വേണ്ടി ദൈവത്തിന്റെ ആലോചന പറയുന്ന ഒരു നിലയിലേക്ക് വന്നു. ന്യായാധിപന്മാരുടെ കാലം വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ന്യായാധിപന്മാർ ദൈവ സഭയ്ക്ക് അല്ലെങ്കിൽ പഴയ നിയമസഭയ്ക്ക് ശുശ്രൂഷ ചെയ്യുകയും അവരുടെ ന്യായപാലനം നടത്തുകയും അവരുടെ യുദ്ധങ്ങളെ നിർവഹിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ദൈവത്തിന്റെ ആത്മാവ് ന്യായാധിപന്മാരുടെ മേൽ അവരെ ശക്തീകരിക്കേണ്ടതിന് വേണ്ടി കടന്നു വന്നു ഇറങ്ങി വന്നു എന്നാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇവരിലെല്ലാം ആത്മാവിന്റെ ബലം മങ്ങുന്നതാണ്. അവരുടെ അവസാന കാലമൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നത് ഈ ശക്തീകരിക്കുന്ന ആത്മാവിന്റെ ആ ബലം മങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ സമയത്തേക്കും അവർക്ക് ആത്മശക്തി പ്രകടിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല. ഒരുപക്ഷെ അവരുടെ ശുശ്രൂഷയുടെ കാലയളവിൽ അത്രയും കാലം ആ ശുശ്രൂഷ നിർവഹിക്കുന്നതിന് വേണ്ടി അവർക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ലഭിക്കുന്നുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിലെ പല പാളിച്ചകൾ അല്ലെങ്കിൽ അവരുടെ ഈ മിനിസ്ട്രി ഒഴികെയുള്ള അവരുടെ നോർമൽ ലൈഫിൽ അവരുടെ സാധാരണ ജീവിതത്തിൽ അവർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൃത്യമായിട്ട് അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല. ഗിദെയോന്റെ അവസാന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ, ഇന്ന് ഞാൻ വളരെ ഫാസ്റ്റായിട്ട് ഇനി പോയെങ്കിലേ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ ഓരോ ഭാഗങ്ങൾ വായിപ്പിക്കുന്നില്ല. ജഡ്ജസിന്റെ പുസ്തകം 8-27 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് അവനൊരു ഏഫോദ ഉണ്ടാക്കി, എന്താണ് ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കി അവിടെ അതിന് പൂജാകർമ്മങ്ങളെ നിർവഹിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇബ്താഹിന്റെ ചരിത്രം നമ്മളെ 11ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവനോട് ദൈവം ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞത് ചെയ്താൽ മതി, പക്ഷെ അവൻ പെട്ടെന്ന് തന്നെ ദൈവത്തിനോട് നേർച്ചയൊക്കെ കഴിക്കുന്നു. നാവിനെ നിയന്ത്രിക്കാനുള്ള ശക്തി അവന് ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അവന്റെ സ്വന്തം മകളെ തന്നെ അവന് ബലിയർപ്പിക്കേണ്ടി വരുന്നു എന്ന് നമ്മൾ കാണുന്നു. ശിംശോന്റെ കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവന് വികാരങ്ങളെ നിയന്ത്രിക്കുവാനുള്ള ശക്തിയില്ല. അതെ, അവന് ദൈവത്തെ പിൻപറ്റുന്നതിൽ പൂർണ്ണമായി, വേറെ രീതിയിൽ പറഞ്ഞാൽ കാലേബോ യോശുവയോ മോശയോ മറ്റുള്ള ഏതെങ്കിലും പുരാതനരായ ഏതെങ്കിലും ഒരു പാട്രിയാർക്സിൽ ആരെങ്കിലും കർത്താവിനെ പൂർണ്ണഹൃദയത്തോടെ പിൻപറ്റുന്നത് പോലെ പൂർണ്ണഹൃദയത്തോടെ പിൻപറ്റുവാൻ തക്കണം അവർക്ക് കഴിയാതെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇന്ന് കുറെ കൂടെ നമ്മൾ ഒരുപക്ഷെ കോൺട്രവേഴ്സിൽ നിന്ന് പ്രത്യക്ഷത്തിൽ ഒന്നാവുന്ന ചില കാര്യങ്ങളെ കുറിച്ചുകൂടെ ചേർത്ത് പഠിക്കാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുകയാണ്. ഈ പറയുന്ന കാര്യങ്ങൾ പുതിയ നിയമത്തിൽ നമുക്ക് പ്രസക്തമായ കാര്യങ്ങളാണ്. ഒരുപക്ഷെ അത് മനസ്സിലാക്കാനായിട്ട് ചില പഴയ നിയമത്തിന്റെ ഉദാഹരണങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, പ്രധാനമായിട്ട് ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത്, വളരെ ഫാസ്റ്റായിട്ട് പോവുകയാണ്, എക്സ്റ്റസി എന്നുള്ളതാണ്. എക്സ്റ്റസിയെ എങ്ങനെയാണ് തർജ്ജമ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഞാൻ പോസിബിൾ ആയിട്ടുള്ള ഒരു തർജ്ജമ എന്റെ മനസ്സിൽ വന്നത് ദിവ്യാനുഭൂതി എന്ന് വേണമെങ്കിൽ പറയാം. ദിവ്യാനുഭൂതി, ദൈവികമായ ഒരു അനുഭൂതി ഉണ്ടാവുക. എക്സ്റ്റസി അതിന്റെ ദിവ്യത്വം അല്ലാതെ ഉണ്ടാകാം. എക്സ്റ്റസി എങ്ങനെ, വാസ്തവത്തിൽ അത് വികാരപരമായ അല്ലെങ്കിൽ ഒരു ഹർഷോന്മാദം എന്നൊക്കെയാണ് അതിന്റെ സെക്യുലർ ട്രാൻസ്ലേഷൻ. പക്ഷെ നമുക്കിവിടെ വേണ്ടി വരുന്ന, അതായത് ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എക്സ്റ്റസി ഈസ് സംതിങ് റിലേറ്റഡ് ടു ദ സ്പിരിറ്റ് ആൻഡ് സം കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ദാറ്റ് ഗോസ് ബിയോണ്ട് യുവർ നോർമൽ തിങ്. നമ്മളുടെ നോർമൽസിയിൽ നിന്ന് മാറി നിൽക്കുന്ന, വി ഗോ ബിയോണ്ട് അവർ നോർമൽ എബിലിറ്റീസ് എന്ന് പറയുന്നതിനേക്കാൾ നോർമൽ വേൾഡ്, അങ്ങനെയുള്ളൊരു അനുഭവത്തെക്കുറിച്ച് ദിവ്യാനുഭൂതി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. 1 ശമൂവേൽ പുസ്തകം 10-ാം അധ്യായം 6-ാം വാക്യത്തിൽ ശമൂവേൽ ശൗലിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ ഇവിടെ നിന്ന് പോകുമ്പോൾ നീ ഒരു പ്രവാചക ഗണത്തെ കാണും, നീ ആൾ മാറിയവനെ പോലെ ആയിത്തീരും. നീ ആൾ മാറിയവനെ പോലെ ഷാൽ ബി ടേൺഡ് ഇൻടു അനദർ മാൻ. അത് വാസ്തവത്തിൽ എക്സ്റ്റസിയുടെ ഒരു പ്രധാന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. ദാറ്റ് വി ബിക്കം സംബഡി എൽസ്, ഓർ ഓൾമോസ്റ്റ് ഓൾ ദ തിങ്സ് ദാറ്റ് വി were doing, it is senseless to us and we are doing something senseless to the normal person. What all things we were doing, it was senseless, it become senseless, and we do something senseless that is normal to the ordinary, that is to the normal man it is senseless. നമ്മൾ എക്സസൈസിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ബോധം ഉണ്ടെങ്കിൽ ചെയ്യുമായിരുന്ന കാര്യമൊന്നുമല്ല ചെയ്യുന്നത്. ബോധം ഇല്ലാത്ത അല്ലെങ്കിൽ നോർമൽ ആയിട്ട് നമ്മളുടെ മനസ്സിനോ ചിന്തകൾക്കോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യം. 1 ശമൂവേൽ 10-ാം അധ്യായം 5-ാം വാക്യത്തിൽ ശമൂവേൽ പറയുന്നു, നീ പട്ടണത്തിൽ കടക്കുമ്പോൾ വീണ, തപ്പ്, കുഴൽ, കിന്നരം
എന്നിവയോടുകൂടെ ഗിരിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പ്രവാചക ഗണത്തെ കാണും. അവർ പ്രവചിച്ചുകൊണ്ടിരിക്കും. വിത്ത് സാൽട്ടറി, ടാബ്ലറ്റ് ആൻഡ് പൈപ്പ് ആൻഡ് ഹാർപ്പ്, ഓൾ കൈൻഡ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, ഇതെല്ലാമുള്ള. അപ്പൊ അവർ ഇത് എന്താണ്, പാട്ടും തപ്പും എന്തൊക്കെയാണ്, തപ്പ്, വീണ, തപ്പ്, കുഴൽ, കിന്നരം എന്നിവയെല്ലാം കൂടെ പാട്ടൊക്കെ പാടിക്കൊണ്ട് ഒരു പ്രവാചക ഗണം പ്രവചിച്ചുകൊണ്ട് പൂജാഗിരിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണും. അവിടെ നീയും പ്രവചിക്കും. ദിസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് പ്രോഫറ്റ്സ്, എ ബാൻഡ് ഓഫ് പ്രോഫറ്റ്സ്. കൊടുത്തിരിക്കുന്ന പല പേരുകളുണ്ട്. ദേ ആർ എ ഗ്രൂപ്പ് ഓഫ് പ്രോഫറ്റ്സ്, എ ബാൻഡ് ഓഫ് പ്രോഫറ്റ്സ്, സൺസ് ഓഫ് പ്രോഫറ്റ്സ്, പ്രവാചക മക്കൾ അല്ലെങ്കിൽ പ്രവാചക ശിഷ്യന്മാർ, പ്രവാചക ഗണം എന്ന് സാധാരണ പല രീതിയിൽ ഇത് പറയുന്നുണ്ട്. ഇൻഫാക്ട് ഈ പ്രവാചക ഗണം എന്ന് പറയുന്നത് ശമൂവേലിന്റെ തന്നെ ശിഷ്യന്മാരാകാനാണ് കൂടുതൽ സാധ്യത. കാര്യം പഴയ നിയമകാലത്ത് എല്ലാ പ്രവാചകന്മാർക്കും കുറെ ശിഷ്യന്മാരുണ്ട്. ആ ശിഷ്യന്മാര് അവരുടെ നിലയിൽ പ്രവചിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എലീശായ്ക്കും ഏലിയാവിനും എല്ലാവർക്കും ഇതുപോലെയുള്ള അവരെ വിളിക്കുന്ന സൺസ് ഓഫ് പ്രോഫറ്റ്സ് അല്ലെങ്കിൽ പ്രവാചക ശിഷ്യന്മാർ അല്ലെങ്കിൽ പ്രവാചക മക്കൾ എന്ന നിലയിലാണ് കാണുന്നത്. എന്നാൽ ഈ എക്സ്റ്റസി ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ അതിന്റെ ആ പ്രത്യേകത ഇവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രവാചക ഗണത്തിന് പ്രവചിക്കണമെങ്കിൽ തപ്പും കിന്നരവും വീണയും തമ്പേറും ഒക്കെ ഉണ്ടല്ലേ പറ്റുള്ളൂ. ശമൂവേലിനാണെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ല. ശമൂവേൽ പ്രവചിക്കുന്നത് ശമൂലിന്റെ മുഖത്തോട്ട് നോക്കി. നമ്മൾ 1 ശമൂവേൽ 9-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ നേരെ മുഖത്തോട്ട് നോക്കിയിട്ട്, നീ വന്നത് നിന്റെ കഴുതയെ കാണാനില്ല അല്ലെ, കഴുത അവിടെ ചെന്ന് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, അതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പം നിന്റെ അപ്പൻ നിന്നെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ നോർമലായിട്ട് ചുമ്മാ മുഖത്ത് നോക്കി കൂളായിട്ട് അങ്ങ് പറയുകയാണ്. അന്നേരം തമ്പേറൊന്നും അടിക്കുന്നില്ല, പാട്ട് പാടുന്നില്ല, കിന്നരം വായിക്കുന്നില്ല, ഒന്നുമില്ല. പക്ഷെ ശിഷ്യന്മാർക്ക് എന്നുണ്ടല്ലേ പറ്റുള്ളൂ, ഇതെല്ലാം ഉണ്ടല്ലേ പറ്റുള്ളൂ. തപ്പും കിന്നരവും തമ്പേറും എല്ലാം ഉണ്ടെങ്കിലേ അവർക്ക് എന്ത് വരത്തുള്ളൂ, പ്രവചനം വരത്തുള്ളൂ. അപ്പൊ നോർമലി നമുക്ക് ഇതിനകത്ത് ഞാൻ ഇന്നിപ്പോ ഐ വാസ് ടോക്കിംഗ് ടു സംബഡി, ഇതിനകത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഒന്നുകിൽ നമ്മൾ ഇതിന്റെ രണ്ടിന്റെയും ഏതെങ്കിലും ഒന്നിനെ മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ഇൻഫാക്ട് ദൈവം ഒരിക്കലും അങ്ങനെ ഒന്നിനെ തള്ളിക്കളയുന്നില്ല. ഈ പ്രവാചകന്മാർ മോശക്കാരാണെന്ന് പോലും കർത്താവ് പറയുന്നുണ്ടോ? ഇല്ല. ഈ പ്രവാചക ഗണത്തെ കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ എക്സ്റ്റസി എന്ന് പറയുന്നത്? ശരിക്കും എന്താണ്, നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് കുറെ നേരത്തേക്ക് നമ്മൾ വിട്ടുപോവുകയാണ്. നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, കുറെ സമയത്തേക്ക് വിട്ടുപോവുകയാണ്. നല്ല ബോധമുള്ളപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല അപ്പം ചെയ്യുന്നത്. നമ്മളൊരു ഹർഷോന്മാദത്തിലാണ്, ഒരു ആനന്ദമൂർച്ചയും. എക്സ്റ്റസി എന്ന് പറഞ്ഞാൽ ആനന്ദമാണ്, സന്തോഷമാണ്. സാധാരണ ലോകത്തിന്റെ കാര്യങ്ങളെല്ലാം അവർ പെട്ടെന്ന് മറക്കുകയാണ്, അന്നേരം ഒന്നും ആലോചിക്കുന്നില്ല. ഈ എക്സ്റ്റസിയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നോർമൽ വേൾഡിലെ യാതൊരു കാര്യങ്ങളും ആലോചിക്കുന്നില്ല. ഈ ലോകത്തിലേക്ക് അന്നേരത്തെ നമ്മുടെ അവസ്ഥ വെച്ച് നോക്കിയാൽ ഈ ലോകത്തിലേക്ക് മടങ്ങി വരണമെന്ന് പോലും നമുക്ക് ആഗ്രഹമില്ല. നമ്മൾ പത്രോസ് പറയുന്നത് പോലെ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നല്ലത്, ഇവിടെ നമുക്കൊരു 3 കുടിലുണ്ടാക്കാം എന്ന് പറയത്തക്ക രീതിയിൽ എക്സ്റ്റസിയിൽ നിന്ന് മടങ്ങി വരാനുള്ള ഒരു ആഗ്രഹം തന്നെ നമുക്ക് പലപ്പോഴും ഉണ്ടാകത്തില്ല. അതുപോലെയുള്ള സന്തോഷം അവിടെ ഉണ്ട്. റൺ ബേബി റൺ എന്ന് പറയുന്ന പുസ്തകങ്ങൾ വായിച്ചു കാണുമായിരിക്കും. നിക്കി ക്രൂസിന്റെ പുസ്തകമാണ്, അല്ലെങ്കിൽ ക്രോസ് ആൻഡ് സ്വിച്ച് പ്ലേയർ, ഡേവിഡ് വിൽക്കേഴ്സിന്റെ ക്രോസ് ആൻഡ് സ്വിച്ച് പ്ലേയർ എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് നിക്കി ക്രൂസ് എന്ന് പറയുന്ന ഒരു ഗാങ്സ്റ്ററുടെ കാര്യം പറയുന്നുണ്ട്. ഹി വാസ് എ ഗാങ്സ്റ്റർ ആൻഡ് ഫൈനലി ഹി അക്സെപ്റ്റഡ് ജീസസ്. അവന് 200 പേരുള്ള മാവ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ ലീഡറായിരുന്നു. പോലീസിന് തലവേദനയായിരുന്നു. ഡേവിഡ് വിൽക്കേഴ്സ് മുഖേന അദ്ദേഹം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ഒരു ബൈബിൾ കോളേജിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവൻ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. കാര്യം ഇവനൊന്നും കമാൻഡ് ചെയ്തിട്ടേ ഉള്ളൂ, അല്ലാതെ അവൻ ഒരിക്കലും ആരും പറയുന്നൊന്നും കേട്ടിട്ടില്ല. ഫൈനലി ഇവൻ എല്ലാം പാക്ക് ചെയ്തിട്ട് തീരുമാനിച്ചു, നോ ഐ എം ഗോയിങ്, ഐ എം ലീവിങ്, എനിക്ക് ഇവിടെ നിന്ന് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ചിന്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവന്റെ പ്രിൻസിപ്പൽ അവനെ വിളിച്ചിട്ട് കൗൺസിൽ ചെയ്ത് പറഞ്ഞു, എനിക്ക് മേ ബി ദ പ്രോബ്ലം ഈസ് വിത്ത് യുവർ ഐ നോ വാട്ട് യുവർ മൈൻഡ് ഈസ്, ദാറ്റ് നീഡ്സ് എ ചേഞ്ച്. എന്നിട്ട് അവനോട് ഈ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു, ഇഫ് യു റിസീവ് ദ ഹോളി സ്പിരിറ്റ് then certainly you will be a different person and I hope you will be able to continue here. അപ്പോൾ തൊട്ട് ഇവന്റെ മനസ്സിലെ ആഗ്രഹം മുഴുവൻ എങ്ങനെങ്കിലും പരിശുദ്ധാത്മസ്നാനം പ്രാപിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്യുന്നറിയാമോ, ഇവൻ പിന്നെ ഭയങ്കര പ്രാർത്ഥനയും ഉപവാസവും എന്താണ് പരിശുദ്ധാത്മസ്നാനം പ്രാപിക്കാൻ. പക്ഷെ ഇവൻ ഉപവാസം എടുത്തിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒന്നും പരിശുദ്ധാത്മസ്നാനം ഒന്നും കിട്ടുന്നൊന്നുമില്ല. ഒടുവിലും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇവന്റെ കൂട്ടത്തിലുള്ള ഒരു മെക്സിക്കൻ, ഇവൻ പോർട്ടറിക്കോക്കാരനാണ്, ഒരു മെക്സിക്കൻ ഇതുപോലെ ആത്മസ്നാനം പ്രാപിച്ചു വലിയ സന്തോഷത്തോടെ ഇങ്ങനെ ചാടി വന്നപ്പോഴത്തേക്ക് അവൻ ചോദിച്ചു, നീ എവിടെ ഇരിക്കുമ്പോഴാണ് അഭിഷേകം പ്രാപിച്ചത്? ഉടനെ അവൻ ഇന്ന ക്ലാസ് റൂമിലാണെന്ന് പറഞ്ഞു. അവൻ ഉടനെ അങ്ങോട്ട് ഓടി, ഇപ്പൊ അവിടെ വിളിച്ചിപ്പോ ഇതുവരെ പോയി കാണത്തില്ല, ഇവനെ അങ്ങോട്ട് നിർച്ചേച്ച് എന്ന് പറഞ്ഞ് നോർമൽ വെരി സിമ്പിൾ ഫെയ്ത്ത്. എന്നിട്ട് അവന് ഒരു വ്യത്യാസം ഉണ്ടായില്ല. ഫൈനലി ഹി ഡിസൈഡഡ് നെക്സ്റ്റ് മോർണിംഗ് ഐ എം ലീവിങ്. അന്ന് ഇവന്റെ ഒരു മെക്സിക്കൻ ഫ്രണ്ട് പറഞ്ഞു, എനിക്ക് ഒരു മീറ്റിംഗിന് എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ പ്രസംഗിക്കാൻ പോവുകയാണ്, ഒരു മെക്സിക്കൻ ചർച്ചിലാണ്, ആണ് നീ വരുന്നെങ്കിൽ വരാൻ പറഞ്ഞു. ഏതാണെങ്കിലും നാളെ പോവല്ല, ഇന്ന് വൈകുന്നേരം അവസാനത്തെ ഒരു മീറ്റിംഗ് കൂടി വെച്ചൊക്കെ പോയേക്കാമെന്ന് വെച്ചുകൊണ്ട് ഇവൻ ആ മീറ്റിംഗിന് പോയിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവത്തിന്റെ ആത്മാവിനാൽ ഇവൻ നിറയപ്പെടുകയുണ്ടായി. നിറയപ്പെട്ട് ഇവൻ ഹി ഡിഡ്ന്റ് നോ വാട്ട് ഹി വാസ് ഡൂയിങ്.
ആൻഡ് ഫൈനലി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന്റെ കൂട്ടുകാരൻ ഇവനെ തട്ടി ഉണർത്തി നിക്കി. അവനെ ഇവൻ പറഞ്ഞു, നിക്കി പറഞ്ഞു, ഗോ അവേ, ഐ വോണ്ട് ടു ബി ഇൻ ഹിസ് പ്രസൻസ് ഫോർ എ ലോങ് ടൈം, നോ ഡോണ്ട് കോൾ മീ, എന്നെ ഇനിയും വിളിക്കരുത്, ഇപ്പൊ വിളിക്കരുത്, ഞാൻ കുറച്ച് നേരം കൂടെ ഇരിക്കട്ടെ. അവനോട് പറഞ്ഞു, ഇനി ഇരിക്കാൻ പറ്റത്തില്ല, മീറ്റിംഗ് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞു, അതുകൊണ്ട് ഇനി ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, അവർക്ക് ഹോളെല്ലാം അടച്ചു വെച്ച് പോകണം, നമുക്ക് പോയാലേ പറ്റുള്ളൂ. കാര്യം അവൻ അറിഞ്ഞില്ല. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആ ഒരു എക്സ്റ്റസിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രത്യേകത, നോർമൽ ലോകത്തിലേക്ക് മടങ്ങി വരാനുള്ള ആഗ്രഹം പോലും നഷ്ടപ്പെടത്തക്ക രീതിയിലുള്ള ഒരു സന്തോഷം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. ആ സമയത്ത് അവന് ആനന്ദത്തിൽ, നമ്മുടെ ഭാഷ പറയാം, ആനന്ദത്തിൽ ആറാടുകയാണ്. ഇല്ല, ആനന്ദത്തിൽ ആറാടുകയാണ്. അവൻ ദർശനം കാണണമെന്നില്ല, കാണരുതെന്നുമില്ല. ചിലർ ദർശനം കണ്ടെന്നിരിക്കും, ചിലർ കണ്ടില്ലെന്നിരിക്കും. അവൻ അന്യഭാഷ പറയണമെന്നില്ല, പറയരുതെന്നുമില്ല. അവന് പ്രവചിക്കണമെന്നില്ല, പ്രവചിക്കരുതെന്നുമില്ല. അവന്റെ ദിവ്യാനുഭൂതിയിലാണ്. എക്സ്റ്റസി എന്ന് പറയുമ്പോൾ അവനൊരു ദിവ്യാനുഭൂതിയിലാണ്. അവന് സ്വാഭാവികമായി ദൈവസാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. എന്നാൽ അതവന് ഒരുപക്ഷെ അവന് അത് ദൈവസാന്നിധ്യമാണോ ഇല്ലയോ എന്നുള്ളത് പോലും പ്രത്യേകമായിട്ട് അറിയാൻ കഴിയാത്ത രീതിയിൽ ഹി ഈസ് എൻജോയിങ് ഓർ ഹി ഈസ് ഇൻഫാക്ട് അവന് ആ ഒരു ദിവ്യമായ അനുഭൂതിയിലാണ്. അനുഭൂതി എന്ന് പറയുമ്പോഴത്തേക്ക് അനുഭവത്തിൽ നിന്ന് കുറച്ചുകൂടെ ആഴത്തിലുള്ള ഒരു കാര്യമായിട്ടാണ് അനുഭൂതി എന്ന് പറയുന്നത്. കാര്യം അനുഭവത്തെയൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അനുഭൂതി എന്ന് പറയുമ്പോഴത്തേക്ക് ബിയോണ്ട് അണ്ടർസ്റ്റാൻഡിങ് ആണത്. അപ്പൊ ഈ എക്സ്റ്റസി ഉണ്ടാക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഞാൻ ദിവ്യാനുഭൂതി എന്ന വാക്ക് തന്നെ ഒന്നുകൂടെ ഉപയോഗിക്കുകയാണ്. ഈ ദിവ്യാനുഭൂതി നമുക്ക് 2 രീതിയിൽ ഉണ്ടാകാം. ഒന്ന്, നമ്മൾ നനച്ചിരിക്കാത്ത നേരത്ത് പെട്ടെന്ന് ദൈവം നമ്മളെ ഒരു അനുഭൂതിയിലേക്ക് നയിക്കാം. ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ഗോഡ് ഈസ് ലീഡിംഗ് യു ഇൻ ടു സച്ച് എൻ എക്സ്പീരിയൻസ് ഓൾ ഓൺ എ സഡൻ. അവിടെ നമ്മൾ അന്തരീക്ഷം ഒന്നും ഒരുക്കുന്നൊന്നുമില്ല, പാട്ട് പാടുന്നില്ല, തമ്പേർ വേണമെന്നില്ല. ഓൾ ഓൺ എ സഡൻ വി എൻറ്റർ ഇൻ ടു ദാറ്റ് എക്സ്റ്റസി. ദാറ്റ് ഈസ് പോസിബിൾ. രണ്ടാമത്തേത്, ഇതിനു വേണ്ടിയുള്ള അഭികാംക്ഷ ഉണ്ടായിട്ട് നമ്മളെ തന്നെ ദിവ്യാനുഭൂതിക്കായിട്ട് ഒരുക്കുന്ന ഒരു സ്റ്റേജാണ്. നമ്മൾ എക്സ്റ്റസിക്ക് വേണ്ടി നമ്മളെ തന്നെ, അല്ലെങ്കിൽ അനുഭൂതിക്ക് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുന്ന ഒരു സ്റ്റേജ്. അവിടെ നമ്മൾ അന്തരീക്ഷം ഒരുക്കുന്നുണ്ട്. കാരണം നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. 100 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്, ഇല്ലേ? മനസ്സിൽ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. പ്രാർത്ഥിക്കുമ്പോഴും ഓഫീസിൽ ബോസ് ചെയ്ത വിളിച്ച കാര്യമൊക്കെ ആയിരിക്കും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വിഷമം ഇപ്പോൾ അതുവരെ മാറിക്കാണത്തില്ല. അപ്പൊ ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് പ്രാർത്ഥിക്കണമെന്നും ആത്മാവിലാകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അന്നേരം എന്തോ ഓർക്കും. അയാൾ പറഞ്ഞ വർത്തമാനമെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് മാറത്തില്ല. അല്ലെങ്കിൽ പിള്ളേരുടെ പഠിത്തത്തിന്റെ കാര്യം നമ്മൾ മറക്കത്തില്ല. അല്ലെങ്കിൽ 100 kind of things that comes to our mind, and finally what happens, നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജ്. വീടിന്റെ പ്രശ്നങ്ങളായിരിക്കും, കുടുംബത്തിന്റെ പ്രശ്നങ്ങളായിരിക്കും, ഓഫീസിലെ പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള വേദനകളായി, ഇനി ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കാര്യങ്ങളാണ് അവരുടെ വേദനകൾ. അതുകൊണ്ടെന്താണ്, അവർക്ക് ഈ ദൈവികതയിലേക്ക് വരാനായിട്ട് ഒരു അന്തരീക്ഷം അത്യാവശ്യമായി വരും. ഈ ഏകാഗ്രത ലഭിക്കാനായിട്ട് നമ്മൾ ചില മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നാണ് താളം. നമ്മൾ താളം ഉപയോഗിക്കുന്നു, ഇല്ലേ? ഡ്രംസിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. അത് മനസ്സ് കേന്ദ്രീകരിക്കാൻ നമ്മളെ ഒത്തിരി സഹായിക്കും. ഞാനത് ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെയുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ക്ലാസ്സിൽ ഇത് നമുക്ക് വിട്ടുകളയാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. ഡ്രംസ് നമ്മുടെ താളം, അല്ലെങ്കിൽ ബീറ്റ്, ട്രം ബീറ്റ് നമുക്ക് മനസ്സ് കേന്ദ്രീകരിക്കാൻ വളരെ സഹായിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഉറക്കം വരും, അത് വേറൊരു കാര്യം. എനിക്ക് നല്ല കറക്റ്റായിട്ട് ഡ്രം ബീറ്റ് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും ഉറക്കം വരും. അപ്പം ഈ ഡ്രംസിന്റെ ഒരു വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഹെൽപ്സ് അസ് ടു കോൺസെൻട്രേറ്റ് അവർ മൈൻഡ്. അല്ലാതെ വേറെ ഒന്നുമില്ല. ഡ്രംസിനകത്ത് ആത്മാവൊന്നും ഇരിപ്പില്ല. ഡ്രംസിനകത്തൊന്നും ആത്മാവ് ഇരിപ്പില്ല. ഡ്രമ്മിനകത്തൊന്നും അല്ല ആത്മാവൊന്നും ഇരിക്കുന്നത്. പക്ഷെ ഡ്രം അടിക്കുമ്പോൾ എന്തുണ്ടാകുന്നുണ്ട്, നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. നമ്മൾ ഡ്രം വേണ്ട എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ വേണ്ടവർ ഒത്തിരി പേര് നമ്മുടെ സഭയിൽ ഇപ്പോഴും ഉണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഡ്രം ആരും തല്ലിപ്പൊട്ടിച്ച് കളയണമെന്നൊന്നുമില്ല. നമ്മുടെ പിതാക്കന്മാരൊന്നും അത്രയ്ക്ക് മണ്ടന്മാരൊന്നും അല്ലായിരുന്നു. അവർക്ക് മനസ്സിലായി, ചഞ്ചല മനസ്സുള്ളവർ സഭയിലുള്ളിടത്തോളം കാലം ഡ്രം കൊണ്ടേലേ പറ്റുള്ളൂ എന്നുള്ളത് അവർക്ക് അറിയാം. ആ കാര്യം 100 കൂട്ടം കാര്യങ്ങൾ ഇങ്ങനത്തെ ഈ ഒരു മോഡേൺ മൈൻഡ് എന്നുള്ളതല്ല. അന്നൊക്കെ ആണെങ്കിൽ അന്നത്തെ പ്രശ്നം പാടത്ത് പണിയെടുത്തിട്ടായിരിക്കും ആൾക്കാർ വരുന്നത്, അല്ലെങ്കിൽ കഷ്ടപ്പെട്ടിട്ടായിരിക്കും വരുന്നത്. അവർക്ക് പെട്ടെന്ന് അവരുടെ കൊയ്ത്തരിവാൾ മറക്കാൻ പറ്റുന്ന ഒരു സാധനം വരുന്നുണ്ട് ഡ്രം എന്ന് പറയുന്നത്, ഇല്ലേ? അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഡ്രം വേണോ, ഡ്രം സെറ്റ് വേണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഇപ്പൊ അത് നമ്മളുടെ വിധേയത്വത്തിനൊട്ടിരിക്കുകയാണ്. ഇവിടെയും നമ്മുടെ കുമ്മനാട്ടെ ഡ്രം തന്നെ ഉണ്ടെങ്കിലേ പറ്റുമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡ്രം വേണോ, ഡ്രം സെറ്റ് വേണോ. ഇപ്പൊ ഡ്രമ്മിനെ കുറ്റം പറയുന്ന പിള്ളേരും, ഒരു ഡ്രമ്മിനെ കുറ്റം പറയുന്ന പിള്ളേരും 9 ഡ്രം വെച്ച് പാടി